തുടങ്ങാം. തെക്കേ നട, വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ തെക്കേ നട. ഇതിന്റെ അവസ്ഥ എന്താന്ന് വെച്ചാല് ശിവരാത്രിക്കും അതുപോലെ തൃശ്ശൂർ പൂരത്തിനും മാത്രം തുറക്കുന്നൊരു നട എന്ന് പറയും. എന്തുകൊണ്ട് തെക്കേ നട അടച്ചിട്ടു? അപ്പോ അതിന്റെ പിന്നിൽ ഒരുപാട് രഹസ്യങ്ങളുണ്ട്. വ്യക്തമായിട്ട് ഇതിന്റെ കാര്യം ആർക്കും പറഞ്ഞു തരാനൊന്നും കഴിയുണ്ടാവില്ല. പല പല കാരണങ്ങളുണ്ടായിരിക്കും, ഉണ്ടായിരിക്കുന്നല്ല ഉണ്ട്. അതില് ഒരു വലിയൊരു സംഭവം എന്താന്ന് വെച്ചാല് തെക്ക് ഭാഗത്ത് നടക്കുന്ന കുറച്ച് കുരുത്തക്കേടുകളാണ്. തെക്ക് ഭാഗം എന്ന് പറഞ്ഞാല് ഈ തെക്കേ നടയിൽ നിന്നും ഇങ്ങോട്ട് നടക്കുന്ന കുറച്ച് കുരുത്തക്കേടുകൾ. അപ്പൊ തെക്കേ നട അടയ്ക്കാനും സ്ഥിരമായിട്ട് അടയ്ക്കാനും ആകെ 2 തവണ തുറക്കും എന്നാ പറഞ്ഞത്. 2 തവണ തുറക്കാനും ഉണ്ടായിട്ടുള്ള ഒരു കാരണം ഒരു അവ്യക്തമായി തന്നെ ആയിരിക്കും. അതായത് ഇപ്പൊ നമ്മുടെ ദേവസ്വത്തിന് പറയാനാണെങ്കിൽ ഒരു കാരണം, ഇതിന്റെ ഒരുപാട് ടീമുകളുണ്ട്. ഇത് ദേവസ്വത്തിന്റെ മാത്രം പറഞ്ഞല്ല, ദേവസ്വം അതുപോലെ നമ്മുടെ നാട്ടുകൂട്ടും അങ്ങനത്തെ കുറെ സംഭവങ്ങൾ ചേർന്നിട്ടാണ് നമ്മുടെ വടക്കുംനാഥന്റെ ശരിയായൊരു നടത്തിപ്പ് നടക്കുന്നത്. അപ്പൊ ഈ തെക്കേ നടയിലുള്ള ചില കാരണങ്ങൾ, ചിലത് ഞാൻ ചില വീഡിയോസ് ആയിട്ട് തന്നെ കാണിച്ചു തരാം. അപ്പൊ എൻ്റെ കുറച്ച് വീഡിയോസിന്റെ ഇടയിൽ ചില സംഭവങ്ങൾ പിറകിൽ കാണാനൊക്കെ കഴിയും. അപ്പോ എന്തുകൊണ്ടായിരിക്കും തെക്കേ നട ഇങ്ങനെ അടച്ചിടാൻ കാരണം എന്നുള്ളത് ഏറെക്കുറെ ചിലർക്കൊക്കെ പിടുത്തം കിട്ടും. ഓക്കെ, അപ്പൊ തെക്കേ നടയിലുള്ള കുറച്ച് വിശേഷങ്ങൾ നമുക്ക് ഇവിടെ പങ്കുവെക്കാം. വടക്കുംനാഥൻ ക്ഷേത്രം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പേരിടണോ? വടക്കുംനാഥന്റെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അനവധി കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പൊ നമ്മൾ ഇന്നേ വരെ വടക്കുംനാഥൻ എന്ന പേരിട്ടുകൊണ്ട് ഒരു എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തില്ല. തുടങ്ങാം നമുക്ക്. നിരവധി കാര്യങ്ങൾ പറയാനുണ്ട്, വർഷങ്ങൾ എടുത്ത് പറഞ്ഞാലും തീരൂല. അതിന്റെ അകത്തേക്ക് ഇപ്പൊ എന്തായാലും ഫോൺ ഇതില്ല. പുറത്ത് ഫോൺ കൊണ്ട് വീഡിയോ എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റ് ക്യാമറകൾ, DSLR ക്യാമറകൾ, അതുകൊണ്ടൊന്നും വീഡിയോ എടുക്കാനും റീൽസും ചിത്രീകരിക്കാൻ പാടില്ല എന്നാണ് നമ്മുടെ ഹൈക്കോടതിയിൽ നിന്നുള്ള ഉത്തരവ്. ഇത് നമുക്ക് പേരിട്ടിട്ട് തുടങ്ങാം. വടക്കുംനാഥന്റെ സന്നിധി. നമ്പർ 1